നമസ്കാരം. മീഡിയ കോപ്പറേറ്റീവ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കേസിൽ എക്സൈസ് നോട്ടീസ് അയച്ച് ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർ ഉൾപ്പെടെ 5 പേർ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ എന്ന് സ്ഥിരീകരിച്ച് ജമ്മു കാശ്മീർ പോലീസ്. ക്ഷേത്രത്തിൽ ഉറങ്ങിക്കിടന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട ശേഷം തിരുവനന്തപുരം ബാലരാമപുരം തലയിൽ ശ്രീ ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്രത്തിൽ മോഷണം. വിനോദയാത്രയ്ക്കെത്തിയ 3 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. നെയ്യാറ്റിൻകര ശാഖാകുമാരി വധക്കേസിൽ ഭർത്താവ് അരുണിന് ജീവപര്യന്തം കഠിന തടവ്. വാർത്തകൾ വിശദമായി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് നോട്ടീസ് അയച്ച ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർ ഉൾപ്പെടെയുള്ള 5 പേർ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നടന്മാരായ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് പുറമെ കൊച്ചിയിലെ മോഡലായ യുവതി, മുൻ ബിഗ് ബോസ് താരം എന്നിവർക്കും എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തസ്ലിമ ഇവരുമായി ലഹരി ഇടപാട് നടത്തിയതിന്റെ കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും പലതവണ സാമ്പത്തിക ഇടപാട് നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണെന്നതിൽ വ്യക്തത വരുത്താനാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. ലഹരി ഇടപാടുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. കസ്റ്റഡിയിൽ വാങ്ങിയ 3 പ്രതികളെയും ഒരുമിച്ചും ഒറ്റയ്ക്കിരുത്തിയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ പ്രതികൾ പൂർണ്ണമായും സഹകരിച്ചില്ലെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. എറണാകുളത്തെ ഇവർ താമസിച്ച 2 ഹോട്ടലുകളും സുഹൃത്തിൻ്റെ ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. തസ്ലിമയുടെ പെൺവാണിഭ ഇടപാടുകളെക്കുറിച്ചും സുൽത്താൻ അക്ബർ അലിയുടെ രാജ്യാന്തര സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും എക്സൈസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് പോലീസിന് കൈമാറാനാണ് ആലോചന. ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്ന 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഈ മാസം 1-ാം തീയതിയാണ് എക്സൈസ് പിടികൂടിയത്. പഹൽഗാമിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ള പാക് പൗരന്മാർക്ക് തിരികെ മടങ്ങാൻ നിർദ്ദേശം കൈമാറി. പാക് പൗരന്മാർ മടങ്ങണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെയാണ് നടപടി. കേരളത്തിലുള്ള 102 പാകിസ്ഥാൻ സ്വദേശികളും ഈ മാസം 29-നുള്ളിൽ മടങ്ങണം. ക്ഷേത്രത്തിൽ ഉറങ്ങിക്കിടന്ന സെക്യൂരിറ്റി ജീവനക്കാരെ പൂട്ടിയിട്ട ശേഷം തിരുവനന്തപുരം ബാലരാമപുരം തലയിൽ ശ്രീ ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഉപദേവത ശ്രീ ശാസ്താ ക്ഷേത്രത്തിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ബുധനാഴ്ച രാത്രി 11-നായിരുന്നു സംഭവം. രാത്രി 10-നെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ റൂമിനകത്ത് കയറി കതകടച്ച് കിടന്നുറങ്ങി. രാവിലെ ഉണർന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തതിനാൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ക്ഷേത്ര ജീവനക്കാരെ വിളിച്ചു വരുത്തിയാണ് പുറത്തിറങ്ങിയത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് മതിൽ ചാടി കടക്കുന്നതും സെക്യൂരിറ്റിക്കാരൻ്റെ റൂം പുറത്തുനിന്ന് പൂട്ടിയതിൻ്റെയും മറ്റും ദൃശ്യങ്ങൾ കണ്ടത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മോഷ്ടാവെന്ന് പോലീസ് സംശയിക്കുന്നു. ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഹിന്ദുക്കൾക്ക് മതം ചോദിച്ചു കൊല്ലാൻ സാധിക്കില്ലെന്നും ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണെന്നും RSS മേധാവി മോഹൻ ഭാഗവത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യണം, വൈകാതെ തന്നെ അത് യാഥാർത്ഥ്യമാകുമെന്നും മതം ചോദിച്ച് ഹിന്ദുക്കൾക്ക് ആരെയും കൊല്ലാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് ഈ രാജ്യം ശക്തമായി നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ എന്ന് സ്ഥിരീകരിച്ച് ജമ്മു കാശ്മീർ പോലീസ്. ഹാഷിം മൂസ, അലിഭായ് എന്നിവർ 2 വർഷം മുൻപാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്ന് പോലീസ് കണ്ടെത്തി. ഇരുവർക്കും ഒപ്പം കാശ്മീർ സ്വദേശിയായ ആദിൽ ഹുസൈൻ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തതായി ജമ്മു കാശ്മീർ പോലീസ് കണ്ടെത്തി. ഹാഷിം മൂസ മുമ്പും ഭീകരാക്രമണം നടത്തിയിട്ടുള്ളതായി കേന്ദ്ര ഏജൻസികൾ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് ഇന്ത്യ വിവിധ രാജ്യങ്ങളോട് വിശദീകരിച്ചിരുന്നു. വിവിധ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചാണ് ഇക്കാര്യം വിശദീകരിച്ചത്. US, UK, റഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അംബാസഡർമാരാണ് ഇന്ത്യ ക്ഷണിച്ചത് പ്രകാരം വിദേശ മന്ത്രാലയത്തിൽ എത്തിയത്. പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണെന്നും ഈ ഭീകരാക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ കിട്ടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടി നൽകുമെന്നും നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകി. അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കൈക്കൊണ്ട നടപടികൾക്കെതിരെ പാകിസ്ഥാനും തിരിച്ചടി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമ മേഖല അടയ്ക്കാനും ഷിംല അടക്കമുള്ള കരാറുകൾ മരവിപ്പിക്കാനും തീരുമാനിച്ചു.
വാഗ അതിർത്തി അടയ്ക്കും. ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ മരവിപ്പിച്ചു. ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തലാക്കിയെന്നും പാകിസ്ഥാൻ അറിയിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സുരക്ഷാ കൗൺസിൽ യോഗത്തിന് ശേഷമാണ് ഇന്ത്യക്കെതിരായ നീക്കം പ്രഖ്യാപിച്ചത്. ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് പാകിസ്ഥാന് നടപടികൾ പ്രഖ്യാപിച്ചത്. നെയ്യാറ്റിൻകര ശാഖാകുമാരി വധക്കേസിൽ ഭർത്താവ് അരുണിന് ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. സ്വത്ത് തട്ടിയെടുക്കുന്നതിനായി ഭാര്യ ശാഖാകുമാരിയെ ഭർത്താവ് അരുൺ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2020 ഡിസംബർ 26 പുലർച്ചെയായിരുന്നു കൊലപാതകം നടന്നത്. വമ്പിച്ച സ്വത്തിനു ഉടമയായ 52-കാരിയായ ശാഖാകുമാരിയെ 28-കാരനായ അരുൺ വിവാഹം കഴിക്കുകയായിരുന്നു. വിവാഹം വേണ്ടെന്ന് വിചാരിച്ചിരുന്ന ശാഖാകുമാരിയെ സ്വത്ത് മോഹിച്ച പ്രതി പ്രണയത്തിൽ കുരുക്കുകയായിരുന്നു. തുടർന്ന് ഇവർ വിവാഹിതരായി. 50 ലക്ഷം രൂപയും 100 പവൻ സ്വർണവുമാണ് വിവാഹ പാരിതോഷികമായി അരുണിന് ശാഖാകുമാരി അന്ന് നൽകിയിരുന്നത്. എന്നാൽ ഒരു കുട്ടി വേണമെന്നുള്ള ശാഖാകുമാരിയുടെ ആഗ്രഹത്തിന് അരുൺ സമ്മതിച്ചില്ല. ശാഖാകുമാരിയെ വിവാഹം കഴിച്ച അരുൺ ആഡംബര ജീവിതമാണ് നയിച്ചത്. ഇതിനിടെ സ്വാഭാവിക മരണമെന്ന പ്രതീതി ജനിപ്പിച്ച് ശാഖാകുമാരിയെ വകവരുത്താനാണ് ഇലക്ട്രീഷ്യനായ അരുൺ ശ്രമിച്ചത്. ആദ്യവട്ട ശ്രമങ്ങൾ പരാജയപ്പെട്ടു. തുടർന്ന് 2020 ഡിസംബർ 26 ശാഖാകുമാരിയെ കഴുത്തുമുറുക്കി ശ്വാസം മുട്ടിച്ച് അബോധാവസ്ഥയിലാക്കിയ ശേഷം ഹാളിലെത്തിച്ച് പ്ലഗിൽ നിന്നും വയർ കടുപ്പിച്ച് ഷോക്കടുപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് സീരിയൽ ലൈറ്റ് മൃതദേഹത്തിന് സമീപമിട്ട അരുൺ സീരിയൽ ലൈറ്റിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചുവെന്നാണ് പറഞ്ഞത്. വെള്ളറാട പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ശാഖാകുമാരിയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. വിനോദയാത്രയ്ക്കെത്തിയ 3 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പാലക്കാട് ആളിയാർ ഡാമിൽ മുങ്ങി മരിച്ചു. കുളിക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. മരിച്ചവർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. ചെന്നൈയിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥികളായ ധരുൺ, രേവന്ത് ആൻഡോ എന്നിവരാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ സംഘം കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത്. മറ്റു വിദ്യാർത്ഥികളും ഡാമിൽ കുളിക്കാൻ ഇറങ്ങിയിരുന്നു. സാമൂഹ്യ മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തിയെന്ന പരാതിയിൽ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി കസ്റ്റഡിയിൽ. എറണാകുളം നോർത്ത് പോലീസാണ് സന്തോഷ് വർക്കിയെ കസ്റ്റഡിയിലെടുത്തത്. സിനിമാ നടിമാർക്കെതിരെ ഫേസ്ബുക്ക് പേജിലൂടെ അശ്ലീല പരാമർശം നടത്തിയ സംഭവത്തിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അമ്മ സംഘടനയിലെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി നടിമാർ സന്തോഷ് വർക്കിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്നാണ് കേസെടുത്ത പോലീസ് സന്തോഷ് വർക്കിയെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കേസിൽ എക്സൈസ് നോട്ടീസ് അയച്ച ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർ ഉൾപ്പെടെ 5 പേർ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ എന്ന് സ്ഥിരീകരിച്ച് ജമ്മു കാശ്മീർ പോലീസ്. ക്ഷേത്രത്തിൽ ഉറങ്ങിക്കിടന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട ശേഷം തിരുവനന്തപുരം ബാലരാമപുരം തലയിൽ ശ്രീ ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്രത്തിൽ മോഷണം. വിനോദയാത്രയ്ക്കെത്തിയ 3 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. നെയ്യാറ്റിൻകര ശാഖാകുമാരി വധക്കേസിൽ ഭർത്താവ് അരുണിന് ജീവപര്യന്തം കഠിന തടവ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.